എന്ന് സ്വന്തം കഥ പറയുന്നതിനിടെ ഒരാള് ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പല രൂപത്തിൽ പല തവണ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു? ഒരിക്കലും ഇതിൽ നിന്ന് മോചനം ഉണ്ടാവില്ലേ? ഒരു രോഗാവസ്ഥ കഴിഞ്ഞാൽ അടുത്തത്, ഒരു നഷ്ടം കഴിഞ്ഞാൽ അടുത്തത്, ഒരു ബന്ധം നഷ്ടപ്പെട്ടാൽ അടുത്തത്, ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നാല് എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? എപ്പോഴാണ് ഞാൻ ജീവിക്കുക? ഞാനൊരു ചോദ്യമാണ് ചോദിച്ചത്, ഈ അനുഭവങ്ങൾ എന്ത് പാഠമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതിലോട്ട് നോക്കിയിട്ടേയില്ല. ജീവിതത്തെ സംബന്ധിക്കുന്ന വളരെ ലളിതമായ ഒരു നിയമമാണിത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ പാനിക് ആവുകയും ടെൻഷൻ അടിക്കുകയും വിഷാദത്തിലാവുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതത്തെ സംബന്ധിക്കുന്ന ആ നിയമം എന്താണെന്ന് ചോദിച്ചാല്, ചില സാഹചര്യങ്ങളോട് ശരിയായി പ്രതികരിക്കാൻ നാം പഠിക്കുന്നത് വരെ, അത് നമുക്ക് തരാൻ ശ്രമിക്കുന്ന ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നത് വരെ ജീവിതം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സമാനമായ ആവർത്തനങ്ങളുടെ ഒരു സീരീസിലേക്ക് നമ്മെ കൊണ്ടുപോയിട്ട്, നിങ്ങൾക്കിങ്ങനെ ആവർത്തനത്തിന്റെ ഒരു പ്രോഗ്രാമിംഗ്, അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് പാഠമാണ് പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിയാൽ മതി. ആ പാഠം നാം പഠിക്കുന്നതോടുകൂടി അത്തരമൊരു സന്ദർഭത്തെ ശരിയായി മനസ്സിലാക്കാനും ആ സന്ദർഭത്തിൽ ശരിയായി പ്രതികരിക്കാനും ആ സന്ദർഭത്തെ ശരിയായി ഉൾക്കൊള്ളാനും നമ്മൾ പഠിക്കുന്ന പക്ഷം ആ ആവർത്തനങ്ങളുടെ പാറ്റേൺ അവിടെ അവസാനിക്കും. അത്തരമൊരു ഉൾക്കാഴ്ചയിലേക്ക് ഉണരാനായാല് ജീവിതത്തിൽ എത്ര വലിയ നഷ്ടത്തിലും എത്ര വലിയ അപമാനങ്ങളിലും സങ്കടങ്ങളിലും വിഷാദത്തിലേക്കും പരിഭ്രമത്തിലേക്കും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കും ഒന്നും ചുരുങ്ങാതെ നമ്മുടെ ജീവിതത്തിന്റെ പുതിയ സൂര്യോദയങ്ങളെ ശരിയായി കണ്ടുണരാനും സുഖമായി രാത്രികളിൽ എല്ലാം മറന്നുറങ്ങാനും നമുക്ക് സാധിക്കും. ടെൻഷനും സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും എന്ന് പരാതി പറയാതെ, മറ്റുള്ളവർക്കൊരു ബാധ്യതയാവാതെ, ഭാരമാകാതെ അവനവന്റെ ജീവിതത്തെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും.